തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് അനിഷ അഗസ്റ്റിൻ. ഇത് എൻ്റെ ഹസ്ബൻഡും അമ്മയും കുഞ്ഞുമാണ്. ഞങ്ങൾ വയനാട് സ്വദേശികളാണ്. ഞാനും ഹസ്ബൻഡും ബാംഗ്ലൂരിൽ ഒരു IT കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. 2019 നവംബറിലായിരുന്നു ഞങ്ങളുടെ വിവാഹം. അതിനുശേഷം ഒരു കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നെങ്കിലും ഞങ്ങൾക്കത് സാധിച്ചു കിട്ടിയിരുന്നില്ല. പിന്നീട് ഒരു നോർമൽ ചെക്കപ്പ് 2022 ചെയ്യുകയും അതിൽ എനിക്ക് ലെഫ്റ്റ് ഓവറിയിൽ ഒരു സിസ്റ്റ് ഉള്ളതായിട്ട് കണ്ടുപിടിക്കുകയും ചെയ്തു. അതിനുശേഷം ഒരു സർജറിയിലൂടെ റിമൂവ് ചെയ്തു. പിന്നീട് 2022 അതേ വർഷം ഒക്ടോബറിൽ ഞാൻ കൺസീവായി. പക്ഷേ 3 മാസമായിട്ടും ഹാർട്ട് ബീറ്റ് ഇല്ലാത്തതിനാൽ ബ്ലൈറ്റഡ് ഓവം എന്ന ഇതിൽ ഞങ്ങൾ ആ കുഞ്ഞിനെ അബോർഷൻ ചെയ്യേണ്ടി വന്നു. പിന്നീടുള്ള ഒരു വർഷക്കാലം വളരെയധികം സങ്കടം നിറഞ്ഞതായിരുന്നു. ഞങ്ങൾക്ക് മറ്റുള്ളവരെ ഫേസ് ചെയ്യാനോ ഒന്നിനും എനിക്ക് സാധിച്ചിരുന്നില്ല. ഒരുപാട് വിഷമതകളിലൂടെ ഞങ്ങൾ കടന്നുപോയി. അതിനുശേഷം പിന്നീടാണ് ഓൺലൈൻ യൂട്യൂബ് ചാനലിലൂടെ കൃപാസനത്തിനെ പറ്റിയും മാതാവിൻ്റെ അത്ഭുതത്തിനെ പറ്റിയുമെല്ലാം അറിയാനിടയായത്. അപ്പോൾ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷേ ഒരു മാസം കഴിഞ്ഞ് എൻ്റെ അമ്മ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നുണ്ടെന്നറിഞ്ഞ് ഞാനും ഹസ്ബൻഡും ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലെത്തി. അവിടുന്ന് ഞങ്ങളെല്ലാവരും ഒന്നിച്ച് ഇവിടെ വന്നു. ഇവിടെ വരുന്ന ഒരു സമയം എന്ന് പറയുന്നത് രാത്രി ഞങ്ങൾ അവിടുന്ന് പുറപ്പെട്ട് രാവിലെ ഇവിടെ എത്തുന്നത് വരെ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ തിരിച്ചു പോകുമ്പോൾ അമ്മ എൻ്റെ കൂടെ വരണം എന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് ഞാനിവിടെ നിന്ന് പ്രാർത്ഥിച്ചു. തീർത്ഥാടന ഉടമ്പടി എടുത്തതിന് ശേഷം ഞാനിവിടെ നിന്ന് പ്രാർത്ഥിച്ചു, അമ്മേ ഞാൻ ഇനി വരുമ്പോൾ എൻ്റെ കയ്യിൽ എനിക്കൊരു കുഞ്ഞിനെ നീ തരണമെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഓഗസ്റ്റിൽ ഞങ്ങൾ ഉടമ്പടി എടുത്ത് പോയി. അതിനുശേഷം ഞാനും ഹസ്ബൻഡും എല്ലാ ദിവസവും രാവിലെ 5:30 എണീറ്റ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിനു മുൻപ് ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് ബാംഗ്ലൂരിൽ ജീവിച്ചിരുന്ന ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനോ ഒന്നിനും ഒരു സമയവും അവസരവും ഒന്നും ഞങ്ങളായിട്ട് കണ്ടുപിടിച്ചിരുന്നില്ല. അതിനുശേഷം ഉടമ്പടിക്ക് ശേഷം ഞങ്ങൾ എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന എത്തിച്ചു. കൊന്ത ചൊല്ലാൻ തുടങ്ങി. ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്ന ഓരോ സാക്ഷ്യങ്ങൾക്കും വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്ത് കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ എല്ലാ ധ്യാനങ്ങളും കൂടാൻ തുടങ്ങി. പിന്നീട് സെപ്റ്റംബറിൽ മാസം എൻ്റെ ഇടവക പള്ളിയിൽ നൊവേന ഉണ്ടായിരുന്നു. ആ സമയത്ത് മമ്മി ഞങ്ങളുടെ പേര് കൊടുത്ത് പ്രാർത്ഥിച്ചു, നൊവേന എത്തിച്ചു. അന്ന് ഞാൻ മാതാവിനോട് മമ്മിയും ഞാനും കരഞ്ഞ് അപേക്ഷിച്ചു, അമ്മ ഞങ്ങളുടെ ഉടമ്പടി കൈക്കൊണ്ടു എന്നതിന് ഞങ്ങൾക്കൊരു തെളിവ് വേണം, ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു അടയാളം അമ്മ കാണിച്ചു തരണം. അന്ന് അത്ഭുതമെന്ന് പറയട്ടെ, 100-150 പേര് നൊവേന അർപ്പിച്ചെങ്കിലും അതിൽ ഒരാളെ തിരഞ്ഞെടുത്ത് ഒരു മാതാവിൻ്റെ ഒരു സാരി അവർക്ക് കൊടുക്കുമായിരുന്നു. അന്നത്തെ ദിവസം എനിക്കാണ് മാതാവ് ഒരു പച്ച സാരി നൽകി അനുഗ്രഹിച്ചു. അന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അമ്മ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ടെന്ന്. പിന്നീട് ഞാനും ഹസ്ബൻഡും കൈ പിടിച്ച് ചേർത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിനുശേഷം ഒക്ടോബർ മാസം മമ്മി ഇവിടെ ജപമാല റാലിക്ക് വന്നു. അന്ന് രാവിലെ ഞങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ മമ്മി ഇവിടെ എത്തിയ സമയത്ത് അത് പോസിറ്റീവായി കണ്ടു. അത് വളരെ ഒരു അത്ഭുതമായിരുന്നു. അന്ന് തന്നെ ഞങ്ങൾ ഉറപ്പിച്ചു, ഇത് അമ്മ തന്ന കുഞ്ഞാണ്, ഒരു ആപത്തും ഈ കുഞ്ഞിന് വരില്ല എന്ന്. പിന്നീട് ഞങ്ങളുടെ ഡെലിവറി യാത്രയെല്ലാം വളരെ സുഗമമായിരുന്നു. യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. അവസാനം ഡെലിവറിയുടെ സമയത്ത് 2 ദിവസം പെയിൻ വന്നെങ്കിലും 3-ാമത്തെ ദിവസമായപ്പോൾ കുഞ്ഞ് മെക്കോണിയം പാസ് ചെയ്തു രാവിലെ. അപ്പോൾ പെട്ടെന്ന് ഡോക്ടേഴ്സ് സിസേറിയൻ വേണമെന്ന് പറഞ്ഞു. അടിപടിയായിട്ട് ഒരു സിസേറിയൻ ചെയ്തു. അപ്പോഴും എനിക്ക് ഉറപ്പായിരുന്നു ഇത് അമ്മ തന്ന കുഞ്ഞാണ്, ഈ കുഞ്ഞിന് യാതൊരു ആപത്തും വരാതെ അമ്മ കാത്തോളുമെന്ന്. അങ്ങനെ തന്നെ ഞങ്ങൾക്കൊരു ആൺകുഞ്ഞിനെ തന്ന് അമ്മ മാതാവ് അനുഗ്രഹിച്ചു. യഹോവ നൽകിയത് എന്നർത്ഥം വരുന്ന ജോനഥൻ എന്ന പേരാണ് ഞങ്ങൾ ഈ കുഞ്ഞിന് നൽകിയിരിക്കുന്നത്. ഇത്രയുമാണ് അമ്മ മാതാവ് ഞങ്ങൾക്ക് ജീവിതത്തിൽ നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിരുന്നു ഇത്. ഇവിടെ ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുക എന്നുള്ളത് ഞാൻ എന്നും സ്വപ്നം കണ്ട് രാത്രിയിൽ പ്രാർത്ഥിക്കുമായിരുന്നു.
ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് തന്നതിന് അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. ബാക്കി എൻ്റെ അമ്മ സംസാരിക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. രണ്ടാമത്തെ സാക്ഷ്യമാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയ കൂട്ടത്തിലുള്ളതാണ് എൻ്റെ മോളുടെ സാക്ഷ്യവും. കൂടാതെ എനിക്ക് 15 വർഷത്തോളമായിട്ട് അലർജി എന്ന അസുഖമായിരുന്നു. എന്ത് പൊടി തട്ടിയാലും തണുപ്പ് തട്ടിയാലും ഒക്കെ എനിക്ക് തുമ്മലും ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. എൻ്റെ അയൽവക്കത്തുള്ളവരൊക്കെ പറയുമായിരുന്നു അവിടെ എന്തോ വാഷിംഗ് മെഷീൻ കംപ്ലൈൻ്റ് ആയതാണെന്ന് പറയുമായിരുന്നു. അതേപോലത്തെ സൗണ്ടായിരുന്നു എനിക്ക് എടുക്കാൻ പറ്റിയായിരുന്നത്. അപ്പം ഞാൻ അതിനുശേഷം ഒരു മരുന്നും ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു മരുന്നും ഞാൻ കഴിച്ചിട്ടില്ല. പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി തൈലവും ഉപ്പും തേനും മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിനുശേഷം എനിക്ക് അങ്ങനത്തെ ഒരു അസുഖമോ അസ്വസ്ഥതയോ ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ കൂടാതെ എനിക്ക് 30 വർഷത്തോളമായി എൻ്റെ മുഖത്ത് കരിമംഗലം എന്നുള്ളൊരു അസുഖം തുടങ്ങിയിട്ട് എൻ്റെ മുഖം നിറച്ച് ഇതായിരുന്നു. ഒരു 13 വർഷത്തോളം 2013 മുതൽ ഇത് ഫുൾ എൻ്റെ നെറ്റി, മുഖത്ത്, മൂക്ക് എല്ലാം എനിക്ക് കാണാൻ വയ്യായിരുന്നു. കറുത്തായിരുന്നു ഇരുന്നത്. അങ്ങനെ ആയിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഞാനിത് ഉടമ്പടിയിൽ വെക്കുകയാണ്. ഞാൻ ഇവിടെ ഒരു സാക്ഷ്യം കേട്ടു ഇതേപോലെ ഒരു അസുഖം സുഖപ്പെടുത്തിയത്. അന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഞാൻ ഇനി ഒരു മരുന്നും പുരട്ടുന്നില്ല, ഒരു മരുന്നും കഴിക്കുന്നുമില്ല, ഞാൻ അമ്മയുടെ ഉടമ്പടി തൈലം മാത്രമേ തേക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ അതിനുശേഷം ഒരു മരുന്നോ ലേപനമോ ഒന്നും പുരട്ടിയിട്ടില്ല. ഞാൻ മാതാവിൻ്റെ തൈലം മാത്രം ഉപയോഗിച്ചിട്ടാണ് എൻ്റെ മുഖത്തെ ഈ അസ്വസ്ഥത മാറി കിട്ടിയത്. പിന്നെ കൂടാതെ ഞാൻ ഉടമ്പടി പത്രം കൊടുക്കുന്നത് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടിയ സാക്ഷ്യം പറഞ്ഞിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പം ഞാൻ മാതാവിനോട് പറയും, മാതാവേ, ഇത് കിട്ടാനുള്ളവരെ എനിക്ക് കാണിച്ചു തരണം. ഞാൻ എല്ലാവർക്കും ഒന്നും കൊടുക്കില്ല, ഞാൻ പള്ളിയിലൊന്നും കൊണ്ട് കൊടുക്കുകയും ചെയ്യില്ല. ഞാൻ എൻ്റെ അയൽപക്കത്തും ഒത്തിരി അക്രൈസ്തവരുണ്ട്. ഞാൻ അവരുടെ ഇടയിലേക്ക് ചെല്ലും. ഓരോ രോഗികളായിട്ടുള്ളവരുണ്ട്, അവരുടെ അടുത്തേക്ക് ചെല്ലും. എന്നിട്ട് ഞാൻ അമ്മ മാതാവിനെ പറ്റി പറയും, എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയും. അവരോട് പറഞ്ഞിട്ട് അവരൊത്തിരി പേര് ഒത്തിരി അക്രൈസ്തവർ വന്നിട്ട് ഞാൻ പറഞ്ഞിട്ട് ഇവിടെ ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. കൂടാതെ ഞാൻ അവർക്ക് വണ്ടിക്കൂലിക്ക് പൈസയില്ല, അസുഖം ചികിത്സിക്കാൻ പൈസയില്ല എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ വണ്ടിക്കൂലി എടുത്തിട്ട് അങ്ങനെയൊക്കെ ഒത്തിരി ഞാനും എൻ്റെ മക്കളോടൊക്കെ പറഞ്ഞിട്ടായാലും എൻ്റെ കയ്യിലില്ലെങ്കിൽ അവരോട് പറഞ്ഞിട്ട് ഞാൻ അവരെ സഹായിക്കും. അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഞങ്ങളുടെ അവിടെ ഒരു വൃദ്ധമന്ദിരമുണ്ട്. അവിടെ ഒരു മാസത്തിലൊരു പ്രാവശ്യമെങ്കിലും 10-30 പേരുണ്ട് അവിടെ. ഒരു പ്രാവശ്യമെങ്കിലും ഞങ്ങൾ അവർക്ക് വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് അവരുടെ കൂടെ ഇരുന്ന് അവർക്ക് വിളമ്പി കൊടുത്ത് അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കും. പിന്നെ അങ്ങനെയുള്ള രോഗികളായിട്ടുള്ളവർക്ക് ഒത്തിരി പേരെ സഹായിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് എനിക്ക് ഇങ്ങനത്തെ ഒരു സാഹചര്യമോ എനിക്ക് അങ്ങനെ ഒരു മനസ്സോ ഉണ്ടായിരുന്നില്ല. ഇപ്പം എനിക്കില്ലെങ്കിലും മറ്റുള്ളവർക്ക് കൊടുക്കണം എന്നുള്ളൊരു ചിന്താഗതിയാണ് എനിക്ക് വന്നിരിക്കുന്നത്.